മേഘ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും. തീരുമാനം MLA-മാരുടെ യോഗത്തിൽ പർവേസ് ശർമ്മ ഉപമുഖ്യമന്ത്രിയായേക്കും. ഐക്യകണ്ഠേനയുള്ള തീരുമാനമെന്ന് രവിശങ്കർ പ്രസാദ്. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ LDF യോഗത്തിൽ തീരുമാനം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകും. യോഗത്തിൽ എതിർപ്പറിയിച്ച CPIയും RJDയും ഘടക കക്ഷികളുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയെന്ന TP രാമകൃഷ്ണൻ. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം വിജയം. കോടനാട് അഭയാരണ്യത്തിലെ കൂട്ടിലെത്തിച്ച് ചികിത്സ തുടങ്ങി. 1.5 മാസത്തെ ചികിത്സ വേണമെന്ന് വനം വകുപ്പ്. തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി മരിച്ചു. മരിച്ചത് താമര വെള്ളച്ചാൽ സ്വദേശി പ്രഭാകരൻ. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉടനില്ല. പുതിയ നയത്തിന് അംഗീകാരം നൽകുന്നത് മാറ്റിവെച്ച മന്ത്രിസഭായോഗം. കള്ളുഷാപ്പുകളുടെ തരംതിരിവിലും ഡ്രൈ ഡേയിലും വിശദമായ ചർച്ച വേണമെന്ന നിർദ്ദേശം. ആവശ്യം മുന്നോട്ട് വെച്ചത് CPI. ശശി തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ച് DYFI. ക്ഷണിച്ചത് DYFIയുടെ സ്മാർട്ട് ആപ്പ് മേളയിലേക്ക് പങ്കെടുക്കുന്നതിൽ സൗകര്യം അറിയിച്ച് തരൂർ. വീണ്ടും റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക്. 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ കേസ്. സംഭവം അറിഞ്ഞയുടനെ വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്ന് പ്രിൻസിപ്പൽ. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഇടുക്കി മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് നാഗർകോവിലിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം. അപകടം എക്കോ പോയിന്റിന് സമീപം. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ്. അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വൈറ്റ് ഹൌസ്. അന്യഗ്രഹ ജീവികളെ തിരിച്ചയക്കുന്നുവെന്ന അടിക്കുറിപ്പ്. ദൃശ്യങ്ങൾ പങ്കുവെച്ച് എലോൺ മസ്ക്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ തിരിച്ചടിച്ച് ഗുജറാത്ത്. 3ാം ദിനം കളി അവസാനിച്ചപ്പോൾ 1 വിക്കറ്റിന് 222 റൺസ് എന്ന നിലയിൽ പ്രിയങ്ക് പഞ്ചാലിന് സെഞ്ചുറി. കേരളം 1ാം ഇന്നിംഗ്സിൽ 457 റൺസിന് പുറത്ത്.